ചെറ്റത്തരമാണെന്ന് സി എം പറഞ്ഞിരുന്നു. അന്ന് സി എം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്നു. അതോടൊപ്പം തന്നെ ഈ സുധാകരൻ തന്നെ എന്റെ മാതാപിതാക്കളുടെ പേര് സി എമ്മിനെ മാറ്റി വിളിക്കാൻ എന്ന അവകാശം എന്ന രീതിയിൽ ചോദിക്കുകയും ചെയ്തു. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്താ, ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടാവും. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ചെറ്റകളാണ് അതിന്റെ അർത്ഥം. നമസ്കാരം. മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ജി സുധാകരനെ ഞാൻ ഒരിക്കലും ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല. ജി സുധാകരൻ ചെയ്തത് രാഷ്ട്രീയ ചെറ്റത്തരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ നാളുകളായി ഞാൻ ഇത്തരം ഒരു പദം ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഈ മാറിയ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം അശ്ലീലമാണ് എന്നുള്ളത് എനിക്കറിയില്ല. എന്നാണ് ചെറ്റത്തരം എന്നുള്ള വാക്ക് അശ്ലീലമായി മാറിയത് എന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടായി കാണണം ഞാൻ ജി സുധാകരനെ ചെറ്റ എന്ന് വിളിച്ച് കേൾക്കാൻ. എന്നാൽ അത് നടക്കില്ല. ഞാൻ ജി സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല. രാഷ്ട്രീയപരമായ ചെറ്റത്തരമാണ് ജി സുധാകരൻ കാട്ടിയത് എന്നാണ് പറഞ്ഞത്. കെ സുധാകരനാകട്ടെ കോൺഗ്രസിനോട് നീതി കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ജി സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചതിൽ, ചെറ്റത്തരം എന്ന് വിളിച്ചതിൽ വിവാദമായ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മാധ്യമ സമ്മേളനത്തിൽ വെച്ച് തന്നെ ജി സുധാകരനെ താൻ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നത് കേട്ടത്. ചെറ്റത്തരം എന്ന വാക്ക് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് അസഭ്യമായ ഒരു പദമല്ല എന്നാണ് പിണറായി പറയുന്നത്. പിണറായിയുടെ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞിരുന്നു. അന്ന് സി എം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്നു. അതോടൊപ്പം തന്നെ ഈ സുധാകരൻ തന്നെ എന്റെ മാതാപിതാക്കളുടെ പേര് സി എമ്മിനെ മാറ്റി വിളിക്കാൻ എന്ന അവകാശം എന്ന രീതിയിൽ ചോദിക്കുകയും ചെയ്തു. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്താ, ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടാവും. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ചെറ്റകളാണ് അതിന്റെ അർത്ഥം. ഞങ്ങളെ പറ്റി പറയുമ്പോൾ പറയുന്നതാണ്, ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണത് കേരളത്തിലെ പൊതുവേദികൾ. സാധാരണ പറയുന്നില്ലേ, ചെറ്റത്തരം കാണിച്ച ചെറ്റത്തരം പറയില്ലേ, അതല്ലേ ഉണ്ടായത്. അതിന്റെ അർത്ഥം അയാളെ ചെറ്റാന്ന് വിളിച്ചു എന്നാണ്, അയാളുടെ പേര് മാറ്റി വിളിച്ചു എന്നാണ്, അയാളെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അങ്ങനെ പേരെടുത്തുകൊണ്ട് ആക്ഷേപിക്കുന്നതേ ഉണ്ടായത്. പക്ഷെ നിലപാടുകളുടെ വഞ്ചനയില്ലേ, വഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോ, വഞ്ചകൻ, വർഗവഞ്ചകൻ എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? അതൊക്കെ നിലപാടുകളുടെ ഭാഗമായി പറയുന്ന കാര്യമല്ലേ, സ്വാഭാവികമായിട്ട് പറയില്ലേ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. പ്രതിപക്ഷമല്ല, മലയാള മനോരമക്ക് വലിയ താല്പര്യം അതിന്. മലയാള മനോരമയാണ് അത്. മലയാള മനോരമയാണല്ലോ ഇതിനു വേണ്ടിയുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരാണല്ലോ നമ്മുടെ പ്രതിപക്ഷത്തുള്ളവർ. അതിന്റെ ഭാഗമായി മലയാള മനോരമ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതെന്തോ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൽ അങ്ങനെ പറയാത്തൊരു വാചകമാണോ അത്? ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. മലയാള മനോരമക്ക് UDF-നെ വലിയ തോതിൽ സഹായിക്കണമെന്നുണ്ടാവും. പക്ഷെ നാട്ടുകാർ നിങ്ങളെ കൂടെ വേണ്ടേ? എന്തിനാ നിങ്ങളതിന് വേവലാതിപ്പെടുന്നു? അതിന് പിണറായി വിജയന്റെ നാക്ക് വളരെ മോശമായി പോയിരിക്കുന്നു എന്ന് ചിത്രീകരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ.